എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ മുട്ട ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ബജി ഉണ്ടാക്കാനുള്ള മുട്ട വേവിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റ് മതിയാവും മുട്ട വെന്തു കിട്ടാൻ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. മുട്ട നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം തോട് കളഞ്ഞ് നൂലോ കത്തിയോ ഉപയോഗിച്ച് നേരെ പകുതിയായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ബജിക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ബജി നല്ലപോലെ ക്രിസ്പി ആവാനായി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് എല്ലാത്തരം ബജികളും ഉണ്ടാക്കാവുന്നതാണ്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ മിക്സ് ചെയ്താൽ മതി. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മുട്ട ഓരോന്നായി മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്കിടാം. മീഡിയം തീയിൽ ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ ഓരോ വശവും വറുത്തെടുത്താൽ മതിയാവും. ബജിയുടെ 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നു കോരി മാറ്റാം. സ്വാദിഷ്ടമായ മുട്ട ബജി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.